വയനാട് സുൽത്താൻ ബത്തേരിയിലും കബനിഗിരിയിലും വീണ്ടും പുലിപ്പേടിയാണ്. ബത്തേരി ടൗണിനടുത്ത് ഇന്നലെ രാത്രി വീണ്ടും പുലിയെ കണ്ടു. സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്ത് പുലി മതിലിൽ നിന്ന് താഴേക്ക് ചാടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. പുൽപ്പള്ളി കബനിഗിരിയിൽ ഇന്നലെ രാത്രി പുലി ആടിരക്കുന്നു. കമലാണ് വിവരങ്ങളുമായി. കമൽ, ഇരു സ്ഥലങ്ങളിലെയും സ്ഥിതി എന്താണ്? എന്തൊക്കെ നടപടികൾ വനംവകുപ്പിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു? യതീഷ്, രണ്ട് സ്ഥലത്തും ഇതിനു മുൻപും പുലിയുടെ സാന്നിധ്യവും വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്ന സംഭവം മരക്കട ഈ സ്ഥലത്ത് ഉണ്ടായി, കബനിഗിരിയിലുണ്ടായി. അതുപോലെ ബത്തേരിയിലാണെങ്കിലും പുലിയെ മുൻപും കണ്ടിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ രണ്ട് സ്ഥലത്തും വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ കൂട്ടിലൊന്നും പുലി ഇതുവരെ കയറിയിട്ടില്ല. വീണ്ടും ബത്തേരിയിലാണെങ്കിൽ പുലി മതിലിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. കബനിഗിരിയിൽ ഒരാടിനെ കൂടി പുലി കൊന്നു. അത്തരത്തിൽ രണ്ട് സ്ഥലത്തും ആളുകൾ ഭീതിയിലാണ്. എന്തായാലും വനംവകുപ്പ് സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ഇന്നലെ രാത്രി തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് DFO ഉൾപ്പെടെ ബത്തേരിയിൽ പുലിയെ കണ്ട മേഖലയിലെത്തി നാട്ടുകാരുമായി സംസാരിക്കുകയും കൂടുതൽ പട്രോളിങ്ങും അതുപോലെ രാത്രി കാവലുമൊക്കെ ഏർപ്പെടുത്താമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കബനിഗിരിയിലും വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂട് മാറ്റി സ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കുന്നുമുണ്ട്. ശരി, കമലാണ് വയനാട്ടിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകുന്നത്. വയനാട് സുൽത്താൻ ബത്തേരിയിലും കബനിഗിരിയിലുമാണ് വീണ്ടും പുലിപ്പേടി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. വനംവകുപ്പ് ഇടപെടുകയാണ് പുലിയെ കണ്ടെത്തുന്നതിന് വേണ്ടി, കൂട്ടിലാക്കുന്നതിന് വേണ്ടി.